സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇന്ന് EDയുടെ ഓഫീസിൽ എത്തിച്ചേരില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇമെയിൽ അയച്ചിരുന്നത്. ED അവർക്ക് CMRലുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇന്ന് കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വേണ്ടി വരണം എന്ന തരത്തിൽ തന്നെയാണ്, ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സമൻസ് അയച്ചിരുന്നത്. എന്നാൽ തൻ്റെ ശാരീരികമായ തനിക്ക് സുഖമില്ല, യാത്ര ചെയ്യാൻ വയ്യ, അതുകൊണ്ട് എത്തിച്ചേരില്ല എന്നവർ ഇമെയിൽ അയക്കുകയും ED തത്വത്തിൽ ഇന്നിപ്പോൾ അവർ ഹാജരാവേണ്ട സമയം വരെ അവരെ കാണാതെ ആയതിനാൽ തന്നെ അത് അംഗീകരിച്ചിരിക്കുന്നു, മറ്റൊരു സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ കേരളം ഇത്രത്തോളം പ്രക്ഷുബ്ധമായ മറ്റൊരു സാഹചര്യം ഇതിനു മുൻപ് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിണറായി വിജയൻ്റെ, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടി വാങ്ങി എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ച ആരോപണമല്ല. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലാണ് അതുണ്ടായിരുന്നത്. പിന്നീട് അതിന് പെനാൽറ്റി അടച്ച് വീണയും CMRലും ആ കേസിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചെങ്കിലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും ആ കേസിൽ പിടിമുറുക്കുകയായിരുന്നു. BJPയുടെ യുവ നേതാവായ ഷോൺ ജോർജാണ് ഈ വിഷയത്തിലേക്ക് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തത്. ഷോൺ അതിൽ പങ്കാളിയാവുകയും ചെയ്തു, അതായത് അതിൽ കക്ഷി ചേരുകയും ചെയ്തു. തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങൾ കേരളീയർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ വീണ താമസിക്കുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ED ആ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ, കോട്ടൂളിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. പിണറായി വിജയൻ്റെ സ്വന്തം വീടായ പിണറായിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ED വലിയ വിലപ്പെട്ട നിർണായകമായ പല രേഖകളും വീണയുടേത് കടത്തിക്കൊണ്ടു പോകുന്നു. ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടുകെട്ടുന്നു എന്നിങ്ങനെയുള്ള വലിയ കോലാഹലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം വീണയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി CPMന്റെ മുൻ മന്ത്രിമാരും CPMന്റെ MLAമാരും CPMന്റെ ജില്ലാ ഭാരവാഹികളും അടക്കം അണികളും പ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്ന കാഴ്ച നാം കണ്ടു. ED റൈഡ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. അവർ സഞ്ചരിച്ച കാറ് തല്ലിപ്പൊളിക്കുന്നത് കണ്ടു. അതിനുശേഷം നിരവധി ആളുകൾ അറസ്റ്റിലായി ജയിലിലാകുന്നത് കണ്ടു. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള വിവാദ കോലാഹലങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് മാത്രം യാതൊരു ചലനങ്ങളും ഉണ്ടാകുന്നില്ല. അത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. മുൻപ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം എന്ന് ആരാഞ്ഞപ്പോൾ അത് പാർട്ടി പറയും എന്നാണ് പറഞ്ഞത്. വീണയാകട്ടെ CPM അടക്കമുള്ള ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. തൻ്റെ ഭാര്യയായ സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു കേസിന്റെ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് അത് പാർട്ടി പറയും എന്ന് പറഞ്ഞത്. ഇപ്പോൾ ED റെയ്ഡ് കഴിഞ്ഞിരിക്കുന്നു, വീണയ്ക്ക് ED സമൻസ് അയച്ചിരിക്കുന്നു, വീണ ഹാജരാകുന്നില്ല. ഈ വിഷയത്തിൽ പേരിനെവിടെയോ എന്തോ ഒന്ന് പ്രതികരിച്ചു എന്നല്ലാതെ മുഹമ്മദ് റിയാസിനെ ചിത്രത്തിലേ കാണുന്നില്ല. മുഹമ്മദ് റിയാസ് മുങ്ങിയോ എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും അടക്കം കമന്റുകൾ വരുന്നത്. മുഹമ്മദ് റിയാസ് വീണയുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ പ്രതികരിക്കുന്നില്ല, മുഹമ്മദ് റിയാസിനെ എവിടെയും കാണുന്നില്ല, മാധ്യമങ്ങൾ എവിടെയും മുഹമ്മദ് റിയാസിനെ കാണുന്നില്ല, പ്രതികരണം കാണുന്നില്ല. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? റിയാസിനെ കാണാനില്ല എന്നുള്ള അദൃശ്യനായി മാറി നിൽക്കണം നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഇത് പിണറായി വിജയനും വീണ വിജയനും കിട്ടിയ ഒരു അവസരമായിരുന്നു. അഗ്നിശുദ്ധി വരുത്തി തങ്ങളുടെ കൈകൾ നിയമസഭയിൽ ഉയർത്തിക്കാണിച്ച കൈകൾ അതുപോലെ തന്നെയാണെന്നും അതിൽ കറ പങ്കിട്ടില്ലെന്നും പറയാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതിന് പകരം അത് എത്രമാത്രം വഷളാക്കാമോ അത്രമാത്രം വഷളാക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയന്റെ അനുചര ബന്ധവും സ്വീകരിച്ചത്. അതാണ് ഇവരാക്രമിക്കാനൊക്കെ പോയത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ആദ്യം തന്നെ ഒരു പ്രസക്തിയുണ്ട്. വീണ വിജയൻ ഇവിടെ താമസിച്ചിരുന്നത്, ED വരുമ്പോൾ വീണ വിജയൻ താമസിച്ചിരുന്നത് പിണറായി വിജയന്റെ വീട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ്. സാധാരണഗതിയിൽ റിയാസിനെ പോലെ ഒരാൾക്ക് തിരുവനന്തപുരത്ത് ഒന്നിൽ അവിടെ താമസിക്കാം, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ഭാര്യയ്ക്ക് ഏറ്റവും കരുത്തായ കൂട്ടായിട്ട് വരുന്ന ഭർത്താവ്, അച്ഛനല്ല. അതായത് മറ്റെല്ലാ മതങ്ങളുടെ ആചാരപ്രകാരം വീണ വിജയന്റെ ഉത്തരവാദിത്വം, പ്രൊട്ടക്ഷനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണെങ്കിലും അത് വേണ്ടി കൊടുക്കേണ്ടിയിരുന്നയാള് മുഹമ്മദ് റിയാസാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നമ്മളെ ഇവിടെ നിൽക്കുന്ന ആചാരക്രമങ്ങൾ അനുസരിച്ച്
ചുമതല നിർവഹിക്കാൻ ബാധ്യതപ്പെട്ടവൻ കല്യാണം വിവാഹത്തിന് ശേഷം റിയാസ് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ആ ചുമതല ആരെ ഏൽപ്പിച്ചു? അച്ഛനെ ഏൽപ്പിക്കുകയോ പിണറായി വിജയനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയൻ ആ ചുമതല ഏറ്റെടുക്കുകയോ? കാരണം ഒന്ന് മനസ്സിലാക്കുന്നത്, വീണാ വിജയനെ ചോദ്യം ചെയ്ത് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം ED അതിന്റെ നേരായ വഴിക്ക് നടത്തിയാൽ കുരുങ്ങാൻ പോകുന്നത് താനും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം പിണറായി വിജയൻ ഉള്ളതുകൊണ്ട്, അല്ലെ ആറ് സൂചനകൾ പിണറായി വിജയന് കിട്ടിയതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാകായിരിക്കും. അതിനാണ് സാധ്യത. അപ്പോൾ യഥാർത്ഥത്തിൽ റിയാസിന് മുമ്പിൽ 2-3 മാർഗമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെ ജയിച്ച MLA ആണ് ഇദ്ദേഹം. ജയിച്ചതിന് പല കാരണങ്ങളുണ്ട്. എതിർ സ്ഥാനാർത്ഥി അക്ബർ തന്നെയായിരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി എല്ലാം വന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എതിർ സ്ഥാനാർത്ഥി PV അൻവർ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ റിയാസിനെ കട്ടിച്ചെങ്കിലും ജയിക്കാൻ പറ്റുന്നത്. പഴയ ഭൂരിപക്ഷത്തിന്റെ 4-1 ഭൂരിപക്ഷമായിട്ട് ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ആ റിയാസിന് ഇനിയിപ്പോൾ തോന്നുന്നുണ്ടാവും, മറ്റു സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തോന്നുന്ന പോലെ, പാർട്ടി പല ജില്ലാ കമ്മിറ്റികളിൽ തോന്നിയ പോലെ, ഒരു ജില്ലാ പിണറായി വിജയൻ ഇനി തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു ബാധ്യതയാണ് എന്ന് റിയാസിന് തോന്നിയിട്ടുണ്ടെങ്കിലും സമർത്ഥമായിട്ട് വീണയെ കൈയൊഴിയാനുള്ള ഏറ്റവും നല്ല മുത്തലാഖ് ചോദ്യം ചെയ്യേണ്ട വീണ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ, വീണയെ ഒരു ചോദ്യം ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരോപണ വിധേയമായ വീണയുടെ ഒപ്പം ഇപ്പം ഞാൻ നിൽക്കുന്നില്ല, കേസ് നടത്താൻ സഹായിക്കും, നടത്തി മോചിതയായിട്ട് വരട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ആരും പിന്നെ റിയാസിനെ കുറ്റപ്പെടുത്തിയില്ല. അല്ല, ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള കൃത്യമായ ഒരു പൗരബോധത്തോടു കൂടിയാണ് റിയാസ് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഭാര്യ ചെന്ന് പെടുമ്പോൾ തീർച്ചയായും അതിൽ നിയമപരമായ സാധ്യാസാധ്യതകൾ എന്ത് തന്നെയായാലും വ്യക്തിപരമായി ചേർന്ന് നിൽക്കേണ്ടതും സമാശ്വാസം പകരേണ്ടതും കരുത്ത് പകരേണ്ടതും ഭർത്താവ് തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വീണ എന്ന തൻ്റെ മകളെ തൻ്റെ കൂടെ താമസിപ്പിച്ചിരുന്നതിൻ്റെ പിറകിലുണ്ടായിരുന്ന വികാരം EDയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളോ ഏത് നിമിഷവും ഏതെങ്കിലുമൊക്കെ കേസുമായി ഈ വിഷയത്തിൽ എത്താം എന്ന് തന്നെയാണ് പിണറായി വിജയൻ സംശയിച്ചിരുന്നത്. അതായത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ED അന്വേഷിക്കുന്നുണ്ട്, ആദായ നികുതി വകുപ്പിൻ്റെ പരിഗണനയിലിരിക്കുന്ന കേസ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും ഏജൻസികൾ വീണാ വിജയനെ തേടി ഏത് നിമിഷവും എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് പിണറായി വിജയന് നന്നായി അറിയാം. കാരണം എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്നതിന് വേണ്ടി ഒരു അഭിഭാഷക വൃന്ദത്തെ തന്നെ പിണറായി വിജയൻ എപ്പോഴും തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്, ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ വാദിക്കുന്നതിന് വേണ്ടി. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ്റെ നിയമവൃത്തങ്ങൾ കൃത്യമായ ഒരു ഉപദേശം പിണറായി വിജയന് നൽകിയിട്ടുണ്ട്. ഇത്തരം അന്വേഷണ ഏജൻസികളൊക്കെ എപ്പോൾ വേണമെങ്കിലും തേടി വരാം. മാറിയ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് കൂടുതൽ ആക്കം പകരും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മിനിസ്റ്ററുടെ പദവിയാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മകളെ എല്ലാം പോലീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾക്കൊക്കെ റെയ്ഡ് നടത്തണമെങ്കിലോ ചോദ്യം ചെയ്യണമെങ്കിലോ അതിൻ്റേതായിട്ടുള്ള നിയമപരമായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് ചെയ്യപ്പെടുമ്പോൾ സാധാരണ ഒരു പൗരൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി അതെ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവിന് ആ പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അന്വേഷണ ഏജൻസിക്ക് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതി ഔദ്യോഗിക വസതിയായിരുന്നെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു വാടക വീടായിപ്പോയി. അതുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് അത്തരത്തിലുള്ള പ്രിവിലേജ് ഒന്നും പിണറായി വിജയന് കൊടുക്കേണ്ടതായി വന്നില്ല. അതുകൊണ്ടാണ് EDയുടെ റെയ്ഡൊക്കെ ഇത്ര സുഗമമായി നടന്നത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം പ്രതീക്ഷിച്ചതിൻ്റെ പേരിലാണ് മുഹമ്മദ് റിയാസ് താമസിക്കുന്ന വീട്ടിൽ നിന്നും വീണയെ തൻ്റെ ഒപ്പം പിണറായി വിജയൻ താമസിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും ഈ ED റെയ്ഡിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും മുഹമ്മദ് റിയാസ് ഏതെങ്കിലും മാധ്യമങ്ങളിൽ പേരിന് മാത്രമാണ് ഒന്ന് പ്രതികരിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓർമ്മ. മറിച്ച് ഇപ്പോൾ ED സമൻസ് അയച്ചിരിക്കുന്നു വീണയ്ക്ക്, ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു, സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ ബുധനാഴ്ച ചെല്ലാൻ വേണ്ടിയിട്ട് 17-ാം തീയതി ചെല്ലണം എന്ന് കാണിച്ചിട്ടാണ് സമൻസ് അയച്ചിരിക്കുന്നത്. അത് മറ്റൊരു വിഷയത്തിൽ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. പക്ഷേ അപ്പോഴും ഈ രാഷ്ട്രീയ സാഹചര്യം ഇതുപോലെ നിലനിൽക്കുമ്പോൾ, നിയമപരമായ സാഹചര്യങ്ങൾ ഇതുപോലെ വീണയ്ക്ക് പ്രതികൂലമായി നിലനിൽക്കുമ്പോൾ, മുഹമ്മദ് റിയാസ് എന്ന വീണയുടെ ഭർത്താവ്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി, അതായത് വീണയെ കല്യാണം കഴിച്ചതുകൊണ്ട് മുഹമ്മദ് റിയാസിന് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായ ആളുകളെ വെട്ടിനിർത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന് മകൾക്ക് സ്ത്രീധനം എന്നതുപോലെ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. മുഹമ്മദ് റിയാസ് അതെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വീണയെ കല്യാണം കഴിച്ചതിന് ശേഷം അല്ലാതെ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചത് നന്നായിരുന്നു. പറയും മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു. നമ്മുടെ എ റഹീം അതുപോലെ ഒരു നേതാവാണ്. ആ കാറ്റഗറിയിലേക്ക് നമ്മൾ പിടിച്ചു പറയാതെ പിടിച്ചു. അല്ല, നമ്മൾ പറഞ്ഞത് മുഹമ്മദ് റിയാസിന് വീണയെ കല്യാണം കഴിച്ചതിന് ശേഷമല്ല രാഷ്ട്രീയ ജീവിതം ഉണ്ടായെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടായത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെയാണ്. മുഹമ്മദ് റിയാസിനേക്കാൾ സീനിയറായിട്ടുള്ള കഴിവും പ്രതിഭയുള്ള പല നേതാക്കന്മാരെയും മൂലക്കിരുത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിന് വലിയ വകുപ്പുകൾ നൽകിയത്. അതായത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പ് പോലെയുള്ള വലിയ കാര്യക്ഷമമായ മന്ത്രിമാർ, അനുഭവ പരിജ്ഞാനമുള്ള മന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട വകുപ്പ് നൽകിയത്. വേണമെന്നുണ്ടെങ്കിൽ നാടൻ ഭാഷയിൽ ഇപ്പോൾ സാറ് പറഞ്ഞ വാക്ക് കടം കൊണ്ട് പറഞ്ഞാൽ കൈയിട്ട് വാരാൻ പറ്റിയ സ്വർണ്ണഖനികളാണ് മുഹമ്മദ് റിയാസിന് വച്ച് നീട്ടിക്കൊടുത്തത്. അപ്പോൾ അത്തരം കാര്യം കൊണ്ട് മുഹമ്മദ് റിയാസ് വീണയെ കല്യാണം കഴിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിന് വ്യക്തിപരമായ നേട്ടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീണ 100 കൂട്ടം കേസുകളിൽ പെട്ട് ഒരുപക്ഷെ ജയിലിലേക്ക് പോകും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് റിയാസ് അതേക്കുറിച്ച് വരെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നല്ല, മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നും തന്നെ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണം കണ്ടിട്ടില്ല. പേരിനെന്തോ ഒന്ന് പ്രതികരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. കൈരളി പോലുള്ള ചാനലിൽ പോലും മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വന്നിട്ടില്ല. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കേണ്ടത് മുഹമ്മദ് റിയാസ് വീണയെ കൈവിട്ടോ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ഇത്തരത്തിൽ ചർച്ച വരുമ്പോൾ എവിടെയാണ് മുഹമ്മദ് റിയാസ് ഒളിവിൽ പോയോ, ഭാര്യയെ ഈടി കൊണ്ടുപോകുമെന്ന് ഭയന്ന് ഞാനിനി പൊല്ലാപ്പിനില്ല എന്നുള്ള ഒരു ഭയവിഹ്വലത കൊണ്ട് ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെതായി ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും കാണുന്നില്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉത്തമ പൗരൻ എന്ന രീതിയിൽ കേസ് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അതുകൊണ്ട് ഞാനിതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ശരിയായ ഒരു നിയമബോധത്തോടു കൂടി മാറി നിൽക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ പോലും വ്യക്തിപരമായി തൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കേണ്ട ധാർമ്മികമായ ബാധ്യത ഭർത്താവിനുണ്ട്. അതൊക്കെ പാലിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് റിയാസ് എവിടെയാണ്, എന്താണ്, അല്ലെങ്കിൽ കണ്ടതിനും പിണ്ടതിനും എല്ലാം നാഴികയ്ക്ക് 40 വട്ടം പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും. ഇപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ പിറകിൽ വീണയെ മുഹമ്മദ് റിയാസ് കൈവിട്ടതാണോ എന്നുള്ള ചില സംശയങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, അതിന് സാധ്യത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന പലരും സംസാരിക്കുന്നത് ഇതൊരു നാടകം. ഈ റെയ്ഡ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പുറകെ CPM-ന്റെ അണികളെ അണിനിരത്താൻ മോഡി ചെയ്ത് കൊടുത്താൽ വൈബ്രന്റ് ആണ് ഇപ്പോഴും CPM എന്ന് കേരളത്തിൽ കാണിക്കാനുള്ള ഒരു നാടകമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് മോഡിയുടെ ഔദാര്യമാണ്. ഈ സംഭവം ഉണ്ടായതോടുകൂടി ഈ പ്രശ്നം സ്വർണ്ണക്കള്ളക്കടത്തെന്നുള്ള പ്രശ്നം പാർട്ടിയുടെ പ്രശ്നമാക്കി മാറ്റാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ട്. പക്ഷെ മറിച്ച് സത്യസന്ധമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ ഏതെങ്കിലും പക്ഷേ ആ സ്പീഡുണ്ടോ? ശബരിമല സ്വർണ്ണക്കുള്ള എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അന്വേഷണം എവിടെ എത്തി നിൽക്കുന്ന അറിയാം. അതുപോലെ തന്നെ ഇതും ആദ്യത്തെ 1-2 ബഹളം ചോദ്യം ഇതിനും വേണമെങ്കിൽ ചോദ്യം ചെയ്തിട്ടുണ്ടേ വെച്ച് വളരെ സേഫ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്താൽ മതി. തീർച്ചയായും ഇപ്പോൾ EDയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല. അതൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അവരുടെ അന്വേഷണ രീതികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും, പ്രോസസ്സിംഗ് മെത്തേഡ് ഉണ്ടാവും, അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടാണ് വീണയിലേക്ക് ഇത്ര നാളായിട്ട് അന്വേഷണം എത്താത്തത് എന്നുള്ളത് സാറ് ചോദിച്ചൊരു സംശയം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിനുള്ളൊരു സംശയം തന്നെയാണ്. കാരണം കേന്ദ്രത്തിൽ BJP സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവിന് വഴിവിട്ട ചില സഹായങ്ങൾ നൽകി കൊടുക്കുന്നു. അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, BJPക്ക് വളർച്ച നേടുന്നതിന് വേണ്ടി BJP അത്തരം ചില വഴിവിട്ട സഹായങ്ങൾ നൽകുന്നു എന്നുള്ള കിംവദന്തികൾ പരക്കുന്ന ഒരിടയിലാണ് BJP CPM അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ മോദി പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ പരക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതേ സംശയം തന്നെയാണ് ഇപ്പോൾ സാറ് പറഞ്ഞ അതേ സംശയം തന്നെ ജനങ്ങളും ചോദിക്കുന്നു. ഏതാണ്ട് 1 കൊല്ലം മുമ്പ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയെ ചെന്നൈയിൽ അവരുടെ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വളരെ രഹസ്യമായി ക്ഷണിച്ചു വരുത്തുന്നു. പിന്നീട് അവർ കുറ്റപത്രം
കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രത്തിലാണ് ഗുരുതരമായ ചില 134 തെളിവുകൾ അടക്കമുള്ള കണ്ടെത്തലുകളും അനുബന്ധ രേഖകളൊക്കെ ഉള്ളത്. അതിപ്പോൾ ഇഡിക്ക് PMLA കോടതി വഴി ലഭ്യമായിട്ടുണ്ട്. അതിൽ നിന്നാണ് അവർ വീണയ്ക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കണം എന്ന തരത്തിലുള്ള ചോദ്യാവലി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കൂടാതെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, ഗുരുതരമായ ചില ട്രാൻസാക്ഷനുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വീണയെ നേരിട്ട് ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് ED ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് സമൻസ് അയച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ചെറിയ സംശയമുണ്ട്. പറയൂ. ഈ ഇപ്പൊ തന്നെ അതിനകത്ത് കള്ളവർ നേരെ വിസിബിൾ ആയിട്ട് കാണുകയാണ്. എന്തിനാണ് PMLA കോടതിയുടെ സാങ്ഷൻ സെൻട്രൽ ഗവൺമെന്റ് 2 അന്വേഷണ ഏജൻസികൾക്ക് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ പരസ്പരം പങ്കുവെക്കുന്നതിന്, ഏത് കോടതിയിലാണെങ്കിലും പങ്കുവെക്കുന്നതിന്, അല്ല വക്കീലന്മാരൊക്കെ കാണിക്കുന്നില്ല, എത്രയോ പേരൊക്കെ കാണിക്കുന്നു, പങ്കുവെക്കുന്നതിന് കോടതിയുടെ അനുവാദം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവർ ഒബ്ജക്ഷൻ പറഞ്ഞു, കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പ് തന്നെ പങ്കുവെക്കാമല്ലോ, കോടതിയിൽ നിന്നെത്തേണ്ട പ്രശ്നം പോലും ഇല്ലല്ലോ. അല്ല, എനിക്ക് അതിന്റെ നിയമപരമായ വശങ്ങൾ എന്താണ് അവിടെ രേഖ കിട്ടി കഴിഞ്ഞ് കൊടുക്കുകയും മറ്റൊരു കൊടുക്കാൻ പോകുന്ന എങ്ങനെ അറിയുന്നേ? അല്ല, രണ്ടും 2 ഏജൻസികളാണല്ലോ സാർ. ഇപ്പൊ അല്ല, രണ്ട് ഏജൻസികളാകുമ്പോൾ തീർച്ചയായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ അത് സീരിയസ് ഫ്രോഡാണ് അവർ അന്വേഷിച്ചത്. അപ്പോൾ അവർ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും അതേ അളവിൽ തന്നെ മറ്റൊരു അന്വേഷണ ഏജൻസിയായ ED കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുമ്പോൾ അതുകൊണ്ട് ഞാനൊരു കോമൺ ലോജിക്ക് ഉപയോഗിക്കുന്നു. ഒരു മോട്ടോറിനെ തേങ്ങ മോട്ടിച്ചാൽ പിടിക്കുക, അവൻ ജയിലിൽ ചെല്ലുന്നു, അല്ലെ പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു, അവനെ ചോദ്യം ചെയ്യുന്ന വഴിക്ക് അവൻ അത് കൂട്ടത്തിൽ വേറെ പലതും പറയും, ഉറപ്പായിട്ടും പറയും. അത് കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ച് അടുത്ത കേസ് അന്വേഷിക്കാതെ, അതായത് കോടതിയിൽ സാങ്ഷൻ വെച്ചുകൊണ്ടുവരല്ലേ. അല്ല, അങ്ങനെ ED അന്വേഷിക്കുന്ന കേസ് അങ്ങനെ അന്വേഷിക്കാൻ പാടില്ല പ്രൊവിഷനുണ്ട്, ശരിയാണ്. ഏജൻസിക്ക് പാർട്ട് ചെയ്യാൻ പാടില്ല, കിട്ടിയ രേഖകൾ മറ്റൊരു ഏജൻസിക്ക് പാർട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രൊവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു ഗുരുതരമായ പ്രശ്നം ഈ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ഈ 1,72,00,000 രൂപ, ഈ 1,72,00,000 രൂപ ഇവർക്ക് കൈമാറ്റം ചെയ്തത് ത്രൂ ബാങ്കിലൂടെ തന്നെയാണ്. അപ്പോൾ ബാങ്കിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആ തുകയ്ക്ക് GST അടച്ചിട്ടുണ്ട്, ആദായ നികുതി അടച്ചിട്ടുണ്ട് എന്നിവർ പറയുമ്പോൾ യാതൊരു തരത്തിലും സേവനം ചെയ്യാതെ ഉള്ളൊരു വേതനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ കീഴിൽ വരും, കള്ളപ്പണം തന്നെയാണ്. ആ ഒരു ഇടപാടുമായിട്ടാണ് ED ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച നിയമപരമായ രേഖകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് PMLA കോടതിയുടെ അനുവാദം മേടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു നിയമബോധ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കണം. എന്തായാലും ED ഇത്തരം ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ EDയുടെ റെയ്ഡിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇപ്പോൾ വീണാ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി, അത് പല ബാങ്ക് അക്കൗണ്ടുകളും അവർ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 18 കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു. കൂടാതെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ കോടി രൂപയുടെ ട്രാൻസാക്ഷനുകൾ കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ വിദേശ വ്യവസായികളുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും EDക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ED അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് വീണാ വിജയനും അറിയാം. അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി വീണാ വിജയൻ ഒരാഴ്ച കൂടി സമയം കൂട്ടി ചോദിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴും ഈ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്നു? അതെ, പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് വീണയോടൊപ്പം നിൽക്കാത്തത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. വീണയെ ഈ പൊല്ലാപ്പിലൊന്നും ഇനി ചെന്ന് ചാടാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, വീണ അഗ്നിശുദ്ധി വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ, ഞാൻ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ധാർമ്മികമായ രീതിയിൽ എൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിറവേറ്റാൻ ഞാൻ ഭർത്താവ് എന്ന രീതിയിലൂടെ ഉണ്ടാവും എന്നുള്ളതാണോ മുഹമ്മദ് റിയാസിന്റെ ഭാഗം എന്നുള്ളത് നമുക്കറിയില്ലേ? മുഹമ്മദ് റിയാസ് പ്രധാനമന്ത്രി കൈവക്കി കാണിച്ചവരെ എൻ്റെ കൈകൾ ശുദ്ധമാണ്, അവര് എന്തെങ്കിലും വന്നിട്ടുണ്ട് അവരെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് വീണയുടെ വഴിക്ക് പൊക്കോട്ടെ എന്നൂടെയാണോ റിയാസ് പറയുന്നത്. എന്തായാലും ഏറെ ദുരൂഹതകൾ ഈ ഇക്കാര്യത്തിലുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വരാത്തതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തെ ചൊല്ലി ഇന്നോ നാളെയോ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം വരുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായും സാധാരണക്കാർ ആശങ്കപ്പെടുന്ന പോലെ മുഹമ്മദ് റിയാസും വീണയെ കൈവിട്ടോ എന്നുള്ളൊരു ആശങ്ക എല്ലാ ആളുകൾക്കുമുണ്ട്. അതിൻ്റെ ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉടനെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.